ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മിഡീവൽ ഇന്ത്യ. നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു സുൽത്താനേറ്റ്, മുഗൾ എംപയർ, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ അതിലൊക്കെ ഉണ്ടായ കൾച്ചറൽ ഡെവലപ്മെൻറ്റിനെ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളൊരു പാർട്ടാണ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മിഡീവൽ ഇന്ത്യ. ഏതൊക്കെ കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. എന്തായിരിക്കും കൾച്ചറിൽ വരിക? ആർട്സ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, ലിറ്ററേച്ചർ ഉണ്ടാവും, ലാംഗ്വേജസ് ഉണ്ടാവും, അവരുടെ എന്താ പറയുക എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലുള്ള എല്ലാ ചിത്രരചന മീൻസ് എന്താ പറയുക ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതി, കലാവിദ്യകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ മിഡീവൽ ഇന്ത്യ. ഈ മിഡീവൽ ഇന്ത്യയിലുണ്ടായ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങളും എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോകത്തിന് തന്നെ കോൺട്രിബ്യൂഷനായി, സംഭാവനയായി മാറിയത് നമുക്ക് നോക്കാം. അത് റിലീജിയസ്. ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് റിലീജിയസ് ആണ്. ഏതൊക്കെ റിലീജിയൻ ആണ് വന്നത് നമുക്ക് നോക്കാം. ഈ ഒരു മിഡീവൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിലീജിയസ് ഉൾപ്പെടും, പിന്നെ ഭാഷകളുടെ ഉത്ഭവം ഉൾപ്പെടുന്നു, ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ ഉൾപ്പെടുന്നു, മ്യൂസിക് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് റിലീജിയസ് ആയത്, അതായത് റിലീജിയസ് എന്ന് പറയുമ്പോൾ മതമാണ്. അതിലൊന്നാമത്തേതാണ് സൂഫിസം, സിക്കിസം ആൻഡ് ലാംഗ്വേജസ് ഉറുദു ആൻഡ് പേർഷ്യൻ ഭാഷ, ഉറുദു ഭാഷ, സിക്കിസം, സൂഫിസം, സിക്കിസം ഒക്കെ റിലീജിയസ് ആണ്. അപ്പം മതപരമായിട്ട് ഉയർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട മതങ്ങളാണ് സൂഫിസം ആൻഡ് സിക്കിസം. നമുക്കറിയാം, ഇത് സന്യാസിമാരിലെ അധികവും ലൗകിക ജീവിതത്തോടൊക്കെ അത്ര വലിയ സംഭവങ്ങളില്ലാതെ ആധ്യാത്മിക ജീവിതവും പിന്നെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ആയിട്ട് വല്ലാതെ അതില്ലാതെ അങ്ങനെ ഓരോ മതങ്ങളാണ് സിഖ് സന്യാസിമാർ. സൂഫിസം, അവർ സൂഫിസം എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥനാ ഗീതങ്ങളാണ് അല്ലേ, അത് ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ പാടി നടക്കുന്നൊരു പ്രത്യേക കാറ്റഗറിയാണ് സൂഫി സന്യാസിമാർ അല്ലേ. അവർ ലോകത്തിന് നന്മ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ടീമാണ്. നെക്സ്റ്റ് സിക്കിസം, സിഖ് സന്യാസിമാർ. അവരും എന്താണ് നിർവ്വാണം, പിന്നെ ഒരു ഇതിലെത്തും മനുഷ്യന് മാനസികപരമായിട്ട് നമുക്ക് ഫ്രീഡം, മാനസികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഈ ബിസി എന്താ പറയുക ആഡംബര ജീവിതത്തോട് ആഗ്രഹം കാണിക്കാതെ, ലൗകിക ജീവിതം വല്ലാതെ അത് കാണിക്കാതെ ആത്മീയത്തിലേക്ക് മുൻഗണന കൊടുക്കണം, നല്ല രീതിയിൽ നല്ല സത്യം മാത്രം സത്യം ധർമ്മം എന്നൊക്കെ ലെവലിലൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന രണ്ട് തരം റിലീജിയസ് ആണ് സൂഫിസം ആൻഡ് സിക്കിസം. ഓക്കെ, പിന്നെ നോ ദ ഫിലോസഫി ഓഫ് പ്രാക്ടീസ് ഓഫ് വേരിയസ് ഓർഡേഴ്സ് ഇൻ സൂഫിസം ഇൻ ഇന്ത്യ, ദെൻ സൈക്കോളജി പ്രാക്ടീസ് ഓഫ് വേരിയസ് ഓർഡേഴ്സ്, ഭക്തി മൂവ്മെൻറ്റ് ഇന്ത്യ. ഭക്തി പ്രസ്ഥാനം, ഈ ഭക്തി എല്ലാവർക്കും ഒരു ഭക്തിയുള്ള ഒരു സമയത്ത് പ്രാർത്ഥന, ഭക്തി, ദൈവത്തോടുള്ള കൂടുതൽ അടുപ്പം വന്നൊരു കാലഘട്ടമുണ്ട്. ആ സമയത്താണ് വളർന്നു വന്ന കുറേ റിലീജിയസ് ആയിട്ട് സംഭവങ്ങളുണ്ട്. ദെൻ ഡിസ്കസ് ദ വേരിയസ് സ്റ്റൈൽ ഓഫ് ഫോം ഓഫ് പെയിൻറ്റിങ് ഇൻ മിഡീവൽ ഇന്ത്യ. പെയിൻറ്റിങ്ങുകൾ ആ സമയത്താണ് ഉണ്ടായത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുറസ് ആൻഡ് ഖലസ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളർന്നു വന്നു. ഡിസ്കസ് റേസ് ഓഫ് ന്യൂ ലാംഗ്വേജസ്, ഗ്രോത്ത് ഓഫ് ലിറ്ററേച്ചർ ഇൻ മിഡീവൽ ഇന്ത്യ. ന്യൂ ലാംഗ്വേജസ് മിഡീവൽ ഇന്ത്യയിലെ ലാംഗ്വേജസ് ആണ് ഏതൊക്കെ? നമ്മുടെ ഉറുദു, നേരത്തെ മിസ് പറഞ്ഞില്ലേ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഉറുദു ആൻഡ് പേർഷ്യൻ ലാംഗ്വേജസ് ആണ് കൂടുതലായിട്ടും ആ സമയത്ത് സ്പ്രെഡ് ചെയ്ത രണ്ട് ഭാഷകൾ. പിന്നെ സ്കൂൾസ് ഓഫ് മ്യൂസിക്കിൻ്റെ സ്കൂളുകൾ, ആളുകൾ സാംസ്കാരികപരമായിട്ട് പുരോഗതി ഉണ്ടാവുക എന്ന് പറയുന്നത് സ്കൂളുകളിലെ കുറേ സ്കൂളുകൾ, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പഠിപ്പിക്കുന്ന സ്കൂളുകൾ വരുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായി മാറും? നല്ല നല്ല പിന്നെ കലാകാരന്മാരായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് നല്ല സംഭാവനകളൊക്കെ ചെയ്യും. അപ്പോൾ ആർട്ടിൻ്റെ സ്കൂളുകൾ. ഡിസ്കസ് ദ വേരിയസ് സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് സിസ്റ്റം ഓഫ് മിഡീവൽ ഇന്ത്യ. നെക്സ്റ്റ് സൂഫിസം. എന്താണ് സൂഫിസം എന്നുള്ള വേർഡിൻ്റെ മീനിങ്? സൂഫിസം ടേം യൂസ് ഫോർ ദ മിസ്റ്ററിക്കൽ റിലീജിയസ് ഇന്ത്യൻ ഓഫ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയസിൻ്റെ വേറൊരു വിഭാഗമാണ് സൂഫിസം. ഇറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ ടു എ വെൽ ഡെവലപ്ഡ് മൂവ്മെൻറ്റ് ഇൻ ദ 7th century. സൂഫി സ്ട്രെസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡിവൈൻ. നേരത്തെ മിസ് പറഞ്ഞല്ലോ, ഡിവൈൻ, നിർവ്വാണം പ്രാപിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുക, ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് സന്തോഷം കിട്ടുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ പിന്നെ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. സൂഫിസം ഓർ മൈട്രിസം എമേർജ്ഡ് among the early 18th century നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 18th century. Okay, God and man ideas were ishq, divine love and fana come to the brink to the Sufis were regarded the people kept their heart of pure. മനസ്സെന്തായി? പ്യുവറായി, ശുദ്ധമായ മനസ്സായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ജീവിതം നന്നായി പോകുന്നൊക്കെയാണ് നമ്മുടെ സൂഫി സന്യാസിമാർ പറയുന്നത്. സൂഫിസം സ്പ്രെഡ് അക്രോസ് ഇമ്പോർട്ടൻറ്റ് റീജിയൻസ് ഓഫ് ഇസ്ലാമിക് എംപയർ, ഇറാൻ,
ട്രാൻസോക്സിന എന്ന് പറയുന്ന സ്ഥലം, ട്രാൻസോക്സിന അത് ഇസ്ലാമിൻ്റെ വേറൊരു എന്താ പറയുക വെറൈറ്റി ഓഫ് റിലീജിയൻ ആണ് സൂഫിസം. അപ്പോൾ ഇത് ആദ്യം അതായത് ഇറാൻ എന്ന് പറയുന്നൊരു ഇസ്ലാം മത രാഷ്ട്രമായ അവിടേക്കൊക്കെയാണ് ഈ സൂഫിസം കൂടുതൽ സ്പ്രെഡ് ചെയ്ത്. സിറിയ, ബാഗ്ദാദ് വേർ ഇമ്പോർട്ടൻറ്റ് സൂഫി സെൻറ്റേഴ്സ്. അപ്പോൾ ഇത് ചോദിക്കും വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സൂഫി സെൻറ്റേഴ്സ് ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഈജിപ്ത്, സിറിയ ആൻഡ് ബാഗ്ദാദ്. മറന്നു പോവരുത്. വിച്ച് ആർ ദ സൂഫി സെൻറ്റേഴ്സ്. ഓക്കെ, സൂഫി സെൻറ്റേഴ്സ് ഏതൊക്കെയാ? ബാഗ്ദാദും പിന്നെ സിറിയ ആൻഡ് ഈജിപ്ത്. മറന്നു പോകരുത്. ഈജിപ്ത്, ബാഗ്ദാദ് ആൻഡ് സിറിയ. ഈജിപ്ത്, ബാഗ്ദാദ് ആൻഡ് സിറിയയാണ് നമുക്ക് എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട സൂഫി സെൻറ്റേഴ്സ്. അത് എക്സാമിന് നിർബന്ധമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ന്യൂ ഫോംസ് ഓഫ് മ്യൂസിക്കിൽ. ആ സമയത്ത് കലാപരമായിരുന്ന സൂഫീസിൻ്റെ എന്താ പറയുക 6 മാർക്കിനൊക്കെ ഷോർട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് നോക്കി സൂഫി വേർ ഓർഗനൈസ്ഡ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിൽസില എന്ന് പറയുന്നതാണ് അവരുടെ ഡിഫറെൻറ്റ് എന്താ പറയുക ഓർഗനൈസ്ഡ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സിൽസില ഓർഡേഴ്സ് ആണ് സിൽസിലാസ്. മോസ്റ്റ് ഓഫ് ദീസ് ഓർഡേഴ്സ് വെർ ലേ ബൈ സം പ്രോമിനൻറ്റ് സുൽഫി സെയിൻറ്റ് ഓഫ് പീർ. ഇറ്റ് വാസ് നെയിംഡ് ആഫ്റ്റർ ദം ഫോളോഡ് ബൈ ദീസ് ഡിസൈപ്പിൾസ്. അതായത് ഇവരുടെ എന്താ പറയുക തത്വങ്ങൾ അല്ലേ, അവർ പറയുന്ന തത്വങ്ങൾ ആൻഡ് ഓർഡേഴ്സാണ് സിൽസില. അത് ഓരോ സന്യാസിമാർ, ഏത് സന്യാസിമാർ, നമ്മുടെ സൂഫി സന്യാസിമാർ ഈ പ്രിൻസിപ്പിൾസ് പിന്തുടർന്നേ പോവാവൂ. അല്ലാത്ത പക്ഷം അതാണ് അവരുടെ ഒരു ഫോളോ അപ്പ് അങ്ങനെ ചെയ്യാവൂ. അല്ലാതെ വേറെ മതക്കാർ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കാതെ തങ്ങളുടെ പ്രിൻസിപ്പിൾസ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് വെർ ലെഡ് ബൈ പ്രോമിറ്റ് ഓഫ് സൂഫി സെയിൻറ്റ് ഓഫ്. ഈ സൂഫി സെയിൻറ്റിനെ പീർ എന്നും പറയുന്നു. PIR അതായത് സെയിൻറ്റ് ഓഫ് സൂഫി. സെയിൻറ്റ് മീൻസ് സന്യാസി, സൂഫി സന്യാസിമാർ. ദ സൂഫീസ് ബിലീവ്ഡ് ദാറ്റ് ദ യൂണിയൻ ഓഫ് ഗോഡ് നീഡ്സ് എ സ്പിരിച്വൽ ഗുരു ആണ്. പീർ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ആണ്, സെയിൻ്റ് ആണൊക്കെയാണ്. ദ സൂഫി ബിലീവ്ഡ് ഇൻ എ ഖാൻഖത്ത് വിത്ത് ദെയർ ഡിസൈപ്പിൾസ്. അവരിങ്ങനെ ഒറ്റയ്ക്ക് അത് മേജർ ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് ദ സൂഫി സെൻറ്റേഴ്സ് ആൻഡ് മദ്രസാസ് ടു സെൻറ്റേഴ്സ് ദ തിയോളജി. മദ്രസകളിൽ പോയിട്ടാണ് ഇതിൻ്റെ ഡിസൈപ്പിൾസ് ബേസിക് അവർ എപ്പോഴും ഉണ്ടല്ലോ. ഇസ്ലാം മതത്തിൽ മദ്രസ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കുഞ്ഞിലെ കുട്ടികൾ അവരുടെ മതത്തിനെ പറ്റി അതിൻ്റെ അടിസ്ഥാനപരമായി അവരുടെ മതം മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണമെന്ന് പറയാം മദ്രസകളിൽ പോയിട്ടാണ്. ഇപ്പോഴും ഇസ്ലാം മതത്തിൽ ആ ഒരു കുഞ്ഞു മക്കൾസൊക്കെ പോകുന്ന സ്ഥലമാണ് മദ്രസ. അതേപോലെയാണ് സൂഫി സന്യാസിമാർ അവിടെ പ്രിൻസിപ്പിൾസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ആ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് മദ്രസ. മോസ്റ്റ് ഓഫ് സൂഫീസ് ബിലീവ് ദ പെർഫോമൻസ് ഓഫ് മിറാക്കിൾ. ഓൾസോ ദ പീർ വെർ അസോസിയേറ്റഡ് വിത്ത് ദ മിറാക്കിൾ പെർഫോം ബൈ ദം. ദ ഡിഫറെൻറ്റ് സൂഫി ഓർഡേഴ്സ് ആർ ഡിവേഴ്സ് അപ്രോച്ച് അവർ മാറ്റേഴ്സ് ഓഫ് പോളിസി ആൻഡ് ദ ചിഷ്ടി സിൽസില. എന്താണ് ചിഷ്ടി സിൽസില? ദ ചിഷ്ടി ഓർഡേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഓഫ് ചിഷ്ടി. ഹി സീംസ് ടു മൂവ്ഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ ഇൻവേഷൻ ഓഫ് മുഹമ്മദ് ഗോറിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവിന് ആ ഒരു സമയത്തൊക്കെയാണ് ചിഷ്ടി എന്ന് പറയുന്ന ചില ഒരു നിർമ്മിതി ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായത്. ഓക്കെ, അതെന്താണ് ചിഷ്ടി? ഇതൊക്കെ സൂഫീൻ്റെ വേറൊരു ഭാഗമാണ്. സിൽസില എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക വേറെ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓർഡേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്ത് വേണം? ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി, ആളുകളെ ആകർഷിക്കാൻ തുടങ്ങി. ഓൾ ദീസ് സൂഫി സെൻറ്റേഴ്സ് മെയിൻലി ലോയൽ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ഫോളോയിങ്. അപ്പോൾ ഇതൊരു ഭയങ്കര ലോയലായിരിക്കും, സത്യസന്ധമായ രീതിയിൽ നടന്നു പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൂഫി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സുഹ്രവാദി സിൽസില, പിന്നെ നാഷ്ബാദി സിൽസിലകൾ കുറേ ഉണ്ട്, ഓർഡേഴ്സാണ്. പിന്നെ ഖാദ്രി സിൽസില. ഓക്കെ, what do you understand by സമ?
സമ സിൽസില, അങ്ങനെ കുറേ ഈ സിൽസില എന്നുള്ള വേർഡ് ഓർത്താൽ മതി. ദ ഓർഡേഴ്സ് ഓഫ് സൂഫീസ്, അവരുടെ പ്രിൻസിപ്പിൾസ് ആണ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യ. ഇനി ഭക്തി മൂവ്മെൻറ്റിലാണ് മൊണോത്തിസ്റ്റിക് ഭക്തി, അതായത് എല്ലാവർക്കും പെട്ടെന്ന് ഭക്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ. ആ സമയത്താണ് കുറേ ലിറ്ററേച്ചറും കുറേ ബുക്സുകളും മ്യൂസിക്കൊക്കെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഭക്തി മൂവ്മെൻറ്റ്. ഫോംസ് ഓഫ് മ്യൂസിക് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസും മ്യൂസിക്സും ഇവരുടെ കലാകാരന്മാരുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറൊക്കെ ഡെവലപ്പായ ഒരു കാലഘട്ടമാണ് ഭക്തി മൂവ്മെൻറ്റ്. ഓക്കെ, സാഗുഡ ഭക്താസ് ലൈക്ക് തുളസിദാസ് നിങ്ങൾ അറിയാലോ. ഹീസ് എ വെരി ഗുഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം എല്ലാം കൊണ്ടും ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരാളാണ്, നല്ലൊരു കലാകാരനാണ്. ആര്? തുളസിദാസ്. റിലീജിയൻ ഓഫ് സറണ്ടർ, സിമ്പിൾ ഓഫ് പേഴ്സണൽ ഗോൾ ആൻഡ് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഇൻ ഐഡിയൽ വേർഷിപ്പ്. ഓക്കെ, ഭക്തി മൂവ്മെൻറ്റിലാണ് കുറേ ഭക്തി ഐഡിയോളജി ഓഫ് മഹാരാഷ്ട്രയിലാണ് ഭക്തി മൂവ്മെൻറ്റ് കൂടുതൽ സ്പ്രെഡ് ചെയ്തത്. അഗെയിൻസ്റ്റ് ദ ഡിസ്ട്രിക്ഷൻ ഓഫ് ബിലീവ്ഡ് ദാറ്റ് അഗെയിൻ ഗോഡ് ഓഫ് ദ ഭക്തി വിതോബ വാസ് ദ ഗോഡ് ഓഫ് ദിസ് സെക്ട് ആൻഡ് ഫോളോവേഴ്സ് പെർഫോംഡ് പിലിഗ്രിം ടു ടെമ്പിൾ ഓഫ് ടൈസീർ. 2 വർഷത്തിൽ കൂടുതൽ ഇവർ തീർത്ഥാടകരായി പോയിട്ട് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. ഏത് അമ്പലത്തിലാണ്? വിതോബ വാസ് ദ ഗോഡ്, ഒരു ഗോഡ് ഉണ്ട്, ഒരു ദൈവം, അതിൻ്റെ പേരാണ് വിതോബ. ഓക്കെ, വിതോബ ഗോഡിനെ കാണാൻ പോകും. പിന്നെ ഗുരുനാനാക്കിന് അറിയാലോ, ദ ടീച്ചിങ് ഓഫ് ഫിലോസഫി ഓഫ് ഗുരുനാനാക്ക് ഫ്രം ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഹിസ് ഫിലോസഫി കൺസിസ്റ്റ് ഓഫ് 3 ബേസിക് എലമെൻറ്റ്സ്: ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് പേഴ്സണാലിറ്റി ആൻഡ് ഐഡിയോളജി ആൻഡ് ഓർഗനൈസേഷൻ. അല്ലെ, ഈ 3 കാര്യങ്ങളാണ് ഗുരുനാനാക്ക് പറഞ്ഞത്. അതും എന്താണ്, എക്സാമിന് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ഗുരുനാനാക്ക്. ഓക്കെ, ഗുരുനാനാക്ക് കേട്ടോ, അദ്ദേഹം ഒരു ഫിലോസഫറാണ് ഗുരുനാനാക്ക്. അപ്പോൾ അത് എക്സാമിന് വരും. ദ ടീച്ചിങ് ഓഫ് ഫിലോസഫി ഓഫ് ഗുരുനാനാക്ക് ഫ്രം എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഗുരുനാനാക്കിയുടെ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഹിസ് ഫിലോസഫി കൺസിസ്റ്റ് 3 ബേസിക് എലമെൻറ്റ്. പുതിയ പ്രധാനമായി 3 അടിസ്ഥാനപരമായ കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് പേഴ്സണാലിറ്റി, ഐഡിയോളജി ആൻഡ് ഓർഗനൈസേഷൻ. അവനവൻ്റെ വ്യക്തിത്വം ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യാനുള്ള രൂപീകരിക്കുന്നത്, ആൻഡ് ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഐഡിയോളജി, അത് നമ്മുടെ